രമേശ് ചെന്നിത്തല മുൻപോട്ട് വന്നതിന് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന ഈ വികസനങ്ങളെല്ലാം ഹരിപ്പാട് വന്നത്. CPM-മാർ പലരും പറയും ഹരിപ്പാട് രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു എന്ന് പലരും ചോദിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാൽ ആ ചോദ്യങ്ങൾക്കപ്പുറം ഈ മാനുഷിക മനസാക്ഷി എന്നൊരു ചിന്ത ഉണ്ട്. അത് ഏതൊരു വ്യക്തിയുള്ള ഹരിപ്പാട്ടെ ഏതൊരു കുഞ്ഞിനോട് ചോദിച്ചാലും രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വികസനങ്ങളല്ലാതെ മറ്റൊരു വികസനങ്ങളില്ല എന്ന് അവരുടെ ഹൃദയത്തിൽ തൊട്ട് അവർ പറയും, രാഷ്ട്രീയം ഏത് തന്നെ ആയിരുന്നാലും. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല തന്നെ ഹരിപ്പാട് ജയിക്കൂ എന്ന് ഞങ്ങൾ ഉറച്ചു പറയുന്നതിൻ്റെ കാര്യം അതാണ്. ചെറുതനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കോടികളുടെ പാലങ്ങൾ, 3-4 പാലങ്ങൾ ഇവിടെ ഈ പാണ്ടി എന്ന് പറയുന്നതും ചെറുതനെ എന്ന് പറയുന്ന സ്ഥലത്ത് വള്ളത്തെ പോകുന്ന ആൾക്കാർ ഇന്ന് സുഖമായിട്ട് വണ്ടിയെ പോയി സഞ്ചരിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ വിജയം ചെറുതനെ സംബന്ധിച്ച് പറയുന്നത്. കുമാരോടി പാലം, പൈപ്പ് ലൈന്, പിന്നെ സുഹൃതം പദ്ധതി, അങ്ങനെ നിരവധി. രമേശ് ചെന്നിത്തല എന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ നാടിൻ്റെ സുഖദുഃഖങ്ങളിൽ എന്നും ഹരിപ്പാട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട് പള്ളിപ്പാടാണ്. പള്ളിപ്പാടിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ വിവേചനമില്ലാതെ ഏതൊരു വ്യക്തിക്കും ഏത് പാതിരാത്രിയിലാണേലും ഓടിച്ചെന്നാൽ രമേശ് ചെന്നിത്തലയുടെ വാതിൽ തുറന്നിടും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ റോഡ് പോലും ടാർ ചെയ്ത് ഇവിടുത്തെ പാലങ്ങൾ ചെയ്തും രമേശ് ചെന്നിത്തല എന്ന വ്യക്തിത്വം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പള്ളിപ്പാട് ജനങ്ങൾ ഇന്ന് സുഖലോലുപരായിട്ട് ജീവിക്കുന്നത്. രമേശ് ചെന്നിത്തല വ്യക്തി വന്നതിന് ശേഷമാണ് പാലങ്ങൾ, ഇവിടുത്തെ പാലങ്ങൾ കലുങ്കളെല്ലാം ചെയ്തത്. ആ വ്യക്തിയെ മറക്കാൻ ഈ പള്ളിപ്പാട് ജനങ്ങൾക്ക് പറ്റില്ല. പുള്ളി നല്ല സഹകരണക്കാരല്ല, മനുഷ്യർക്ക് പാവങ്ങൾക്കൊക്കെ നല്ല സഹായം ചെയ്തിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് മറ്റവർക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല എന്തോന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പുള്ളി തന്നെ. ഒരുപാട് വർഷം കൊണ്ട് ഞങ്ങളുടെ ഒരു കണ്ണിലുണ്ണിയായിട്ട് ഇവിടെ ഹരിപ്പാട് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താവശ്യം ചെന്ന് പറഞ്ഞാലും അത് സാധിക്കുന്നുമുണ്ട്. കാർഷിക മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഈയിടെ തന്നെ ഇപ്പോൾ 5.5 കോടി രൂപ പിന്നെ ഹരിപ്പാട് ഹരിത അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പുള്ളിയുടെ സാമർഥ്യവും ഞങ്ങളോടുള്ള കടപ്പാടിൻ്റെ കൊണ്ട് പുള്ളി ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യും, അതിന് വ്യത്യാസമൊന്നുമില്ല. രമേശ് ചെന്നിത്തല ജയിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. രമേശ് ചെന്നിത്തല ഹരിപ്പാടിന് ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട്. 10 വർഷക്കാലം MLA ആയിട്ട് പ്രവർത്തിച്ച് നല്ല വികസനങ്ങൾ കാഴ്ചവെച്ചു. ഇപ്പോൾ ഈ ഇതിന് വാഗ്ദാനം ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഈ കൊടുന്താർ മേപ്പാടൻ റോഡ് യാഥാർത്ഥ്യമാകും. അപ്പോൾ ജയിച്ചാൽ അത് യാഥാർത്ഥ്യമാകും. ഉറപ്പുണ്ട്. ഞങ്ങളുടെ ജനനായകനാണ്. കാരണം ഇവിടെ വികസനം കൂടുതൽ നടത്തിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. വേറൊരു വ്യക്തികൾ വന്ന് ഇവിടെ ഒന്നും വികസനം നടത്തിയില്ല. അതിന് മുമ്പ് നടന്ന് LDF സ്ഥാനാർത്ഥി വന്നിട്ട് ഇവിടെ ഒരു വികസനവും നടത്തിയില്ല, ഇവിടെ കണ്ടിട്ടുമില്ല. ഇത്രയും കാലം ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത് ഈ നാട്ടിൽ അദ്ദേഹത്തിന് ഭരണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഏത് ചെറുതും വലുതുമായിട്ട് എല്ലാ കാര്യവും, ഒരു മരണം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും അദ്ദേഹത്തിന് യാതൊരു പവറില്ലാതിരിക്കുന്ന സമയത്ത് ആ ഓഫീസിൽ പലരും ഈ ചുറ്റുപാടുകളിലെല്ലാ തിരപ്രശ്നം, വെള്ളപ്പൊക്കം വരുമ്പോൾ വീട് പോയാലും ചികിത്സാ സഹായം, പഠന സഹായം, പല കാര്യങ്ങൾക്കും അദ്ദേഹത്തെ സമീപിക്കും. ആരെയും വെറുങ്കയായിട്ട് വിടാറില്ല. ആരെങ്കിലും കഴിവുള്ളവരോട് പറഞ്ഞ് ഇപ്പം ഞാൻ ഹരിപ്പാട് ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പം 3 വർഷമായിട്ട് കണ്ടിന്യൂ ഉണ്ട്. എന്തെങ്കിലും പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉടനെ തന്നെ എന്നോട് പറയും, എങ്ങനെയെങ്കിലും സഹായിപ്പിക്കണം, ഇതുപോലെ അത്ര നീഡിയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ചികിത്സാ സഹായവും പഠനത്തിന് നിവൃത്തിയില്ലാത്തവർ, അതുപോലെ വെള്ളപ്പൊക്കവും കാറ്റും വെള്ളച്ചും വന്ന് വീടുകൾ നഷ്ടപ്പെട്ടവർ ഒക്കെ ഇവിടെ ഉണ്ട്. അദ്ദേഹം ചെയ്ത് കൊണ്ടുവന്ന ഒരു കാര്യം പറയുവാണെങ്കിൽ ഇവിടെ ചിരകാല അഭിലാഷമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരു പാലം അത്യാവശ്യമായിരുന്നു. അത് അദ്ദേഹം സാധിച്ചു. അതിനപ്പുറത്ത് കൊപ്പാറപ്പാലം, അത് അദ്ദേഹം സാധിച്ചു. അങ്ങനെ വടക്കോട്ട് എന്തെല്ലാം പാലങ്ങളായാലും റോഡുകളായാലും വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദസേവ ചെയ്താൽ കൊള്ളാമെന്ന്. കാരണം ഒരു കാലത്ത് എൻ്റെ മകൾക്കൊരു തീരാവ്യാധി ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനെ അടുത്ത് ഞാൻ ചെന്ന് സമീപിച്ചു. എന്താണെന്ന് ചോദിച്ചു. ഇന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ എന്നാൽ കഴിയുന്നതും, അന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രിയായിട്ട്, അദ്ദേഹത്തിനെ മേടിച്ചു വന്ന് ഇദ്ദേഹമാണ് എനിക്ക് മുൻകൈ എടുത്ത് 2 ലക്ഷം രൂപ എനിക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടി അമൃതായി ചികിത്സ, മരണത്തോട് മുന്നിട്ട് കിടക്കുന്ന മകളായിരുന്നു. അതിന്നും മോളെ പോലെ തന്നെ നല്ല ഊർജ്ജസ്വലമായിട്ട് നടക്കും. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിനെല്ലാം മുൻകൈ എടുത്ത് പറയാനും പ്രവർത്തിക്കാനും പറ്റും. സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ എന്നും ഒരു സൂര്യ തേജസ് പോലാണ് അദ്ദേഹം ജ്വലിച്ചു നിൽക്കുന്നത്. പള്ളിപ്പാട്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഒന്നടങ്കം കൈകളിൽ എത്തിക്കൊണ്ട് വിജയസോപാനത്തിലേക്ക് എത്തിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. അദ്ദേഹം ചെയ്യുന്ന നല്ല വികസനം, ഈ നാട്ടിൽ വന്ന എല്ലാ വികസനത്തിനും പള്ളിപ്പാട്, ചന്ത, കൊടുന്താർ, മേപ്പാടം റോഡും പാലും യാഥാർത്ഥ്യമാകുന്നത് വലിയൊരു സ്വപ്ന പദ്ധതിയാണ് അദ്ദേഹത്തിന്റെ. ഞങ്ങളുടെ ഈ സ്ഥലത്ത് തന്നെ, നമുക്ക് ഹരിപ്പാട് മൊത്തമായി പറയേണ്ട, ഞങ്ങളുടെ ഈ സ്ഥലത്ത് തന്നെ എത്രയോ വികസന
പ്രക്രിയകളാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. പ്രളയ സമയത്തെ അതിജീവിക്കാൻ വേണ്ടി സൈക്ലോൺ ഷെൽട്ടറുകൾ, നമുക്കറിയാം ഞങ്ങളുടെ ഈ ഒരു നാടെന്ന് പറയുന്നത് വള്ളംകളികളുടെ നാടാണ്. ഞങ്ങളുടെ ഈ വള്ളംകളികളുടെ നാട്ടില് വള്ളക്കളിയും ജലോത്സവ പ്രേമികൾക്ക് അതൊരു പ്രചോദനമാകുന്നതിന് വേണ്ടി നിരവധി ഗ്രാൻറ്റുകൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കാർഷിക മേഖലയാണ്, നിരവധി കാർഷിക പദ്ധതികൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ അടിസ്ഥാന മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ആശുപത്രികളായിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, റോഡുകളായിക്കോട്ടെ, എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഒരു വികസന നേട്ടം ഇവിടെ ഈ ഒരു മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള സമയത്ത് വന്ന് നമുക്ക് ഇവിടെ ചെയ്തു തന്ന പ്രവർത്തനങ്ങൾ തുടർന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ 15 വർഷക്കാലം രമേശ് ചെന്നിത്തല ഇവിടുത്തെ MLA ആയി തുടർന്നു വന്നു. ഇവിടെ ചെറുതനയെ സംബന്ധിച്ചിടത്തോളം ചെറുതനയിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാവിധ വികസന പ്രവർത്തനങ്ങളുടെയും യഥാർത്ഥ ആളെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല. എല്ലാ ഭാഗങ്ങളിലും നല്ലതായ പാലങ്ങളായാലും റോഡുകളായാലും എല്ലാം ചെയ്തിട്ടുണ്ട്. കുടിവെള്ളത്തിന് പള്ളിപ്പാട് അത് ആ രീതിയിൽ അതും ചെയ്തിട്ടുണ്ട്. ഹരിപ്പാട് മണ്ഡലത്തിൽ നടന്നിരുന്ന വികസനങ്ങളെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ റോഡിൽ നിന്ന് തുടങ്ങിയാലും പാലത്തിൽ നിന്ന് തുടങ്ങിയാലും ഹരിപ്പാട് മണ്ഡലം ഭൂരിപക്ഷവും കവർ ചെയ്തിരിക്കുന്ന ദ്വീപുകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അതിൽ ആൾക്കാർക്ക് എത്തിച്ചേരാനും ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 82, 83, 84, 85 അങ്ങനെയുള്ള വർഷങ്ങൾ. ആ സമയത്ത് രമേശ് ചെന്നിത്തല 26ാമത്തെ വയസ്സിലൂടെ MLA ആയപ്പോൾ തുടങ്ങിയ പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്നീ കാണുന്ന റോഡുകളും പാലങ്ങളും. ഒത്തിരിയേറെ പാലങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. പാവപ്പെട്ടവർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയെ വളരെയധികം ഉന്നതിയിലേക്ക് ഉയർത്തി. അവിടെ കിഡ്നി പേഷ്യൻസിനുള്ള ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി. അങ്ങനെയുള്ള പല കാര്യങ്ങളും രമേശ് ചെന്നിത്തല ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് രമേശ് ചെന്നിത്തല ഹരിപ്പാടിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. വലിയൊഴിക്കൽ പാലം, അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി, ബസ് സ്റ്റാൻഡ്, അങ്ങനെ എത്ര പാലങ്ങൾ, ഈ ചെറുതന കൊപ്പാറക്കടവ്, അതുപോലുള്ള വലിയതും ചെറുതുമായ ഒരുപാട് പാലങ്ങൾ, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ചെന്നിത്തല കൊണ്ടുവന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഗതാഗത സൗകര്യമാണ്. ഹരിപ്പാടിനെ സംബന്ധിച്ച് ഹരിപ്പാടിൻ്റെ ഏറ്റവും അപ്പർ കുട്ടനാടൻ മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. അതിൽ വെള്ളക്കെട്ടായിട്ടുള്ള പ്രദേശങ്ങൾ, വളരെ ചെറിയ ഒരു വേനൽ മഴ ഉണ്ടായാൽ തന്നെ വെള്ളം പോകുന്ന റോഡുകളായിരുന്നു. അവിടെയൊക്കെ അരയേറ്റം നീന്തി ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പം ആ ഏരിയയിലൊക്കെ വള്ളത്തിലും പോകുന്ന ബോട്ടിലും പോയിക്കൊണ്ടിരുന്ന ഭാഗത്തൊക്കെ ഇപ്പം വണ്ടികളെത്തി അവരവരുടെ വീട്ടിൽ. അതുപോലെ പണ്ട് കാലത്ത് പല വീടുകളിലും കല്യാണ ആലോചനകൾ പോലും വരത്തില്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം അവിടെയൊക്കെ വെള്ളക്കുഴിയാണെന്നുള്ള ഒരു തോന്നലായിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഹരിപ്പാട് രമേശ് ചെന്നിത്തല വന്നതിന് ശേഷം ഹൈടെക് റോഡുകൾ തന്നെയാണ് വന്നേക്കുന്നത്. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇലക്ഷൻ ഡിക്ലെയർ ആകുന്നതിന് മുമ്പ് ഹരിപ്പാട് റവന്യൂ ടവർ എൻ്റെ ലിഫ്റ്റ് കേടായതിന്, അപ്പോൾ തഹസിൽദാർ വിളിച്ച് പറഞ്ഞ അദ്ദേഹത്തിനോട് ഇതുപോലെ ഞങ്ങൾക്ക് ഒരു ഫണ്ടില്ല, അത് റിപ്പയർ ചെയ്യണം. അതിനും പുള്ളിക്കാരൻ ഇവിടുന്ന് നല്ല ഈ സുതാര്യ മത്സരമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചത് റിപ്പയർ ചെയ്യുകയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും സ്വന്തമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പൈസ ഇല്ലെങ്കിലും ആരെങ്കിലും കഴിവുള്ളവരൊക്കെ പിടിച്ചിട്ട് കാര്യങ്ങൾ നടത്തും. അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന മിക്കവാറും CPI വോട്ടുള്ള പല ആൾക്കാരും അവരും പറയുന്നതാണ്. കാര്യം ഒരു പ്രാവശ്യം കൂടി തുടർഭരണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ CPI എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇല്ലാവും, ബംഗാളിൻ്റെ അവസ്ഥ വരും. അതുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടെ ഇപ്പം ഗവൺമെൻറ്റിന് വോട്ട് കൊടുക്കുന്നു. ഈ പള്ളിപ്പാട്ടെ മിക്കവാറും എല്ലാ CPIക്കാരും അതങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ അതിന് ഉദാഹരണം അവർ പറയുന്നത് സുധാകരൻ സാറിൻ്റെയും നമ്മുടെ തോമസ് ഐസക്ക് ഇങ്ങനെയൊക്കെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കാണുന്ന പോരായിരുന്നു അത്രയും ആൾക്കാർ അവരുടെ ഈ അഴിമതിയുടെ പോക്ക് കണ്ടുകൊണ്ടാണ് അവർ മനം നൊന്താണ് അവർ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നത്. അവരെ ഇപ്പോഴത്തെ നേതൃത്വം മാറ്റി നിർത്തുമെന്ന് പറയാം. കാര്യം അവർക്ക് അവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഴിമതിയൊക്കെ എതിർക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കുന്നുള്ളൂ. ഞാൻ നിൽക്കുന്ന ഈ ടാങ്കിൻ്റെ അവിടെ ഇവിടുത്തെ ഈ പിച്ചിങ്ങാണിത്. അപ്പോൾ അതുപോലെ വ്യക്തിത്വം ഇവിടെ CBC-കാരുടെ അടക്കമുള്ള ഒരുപാട് ഇടതുപക്ഷ MLA-മാരുണ്ടായിട്ടുണ്ട്. CBC-കാരുണ്ടായിട്ടുണ്ട്, TK തോമറുണ്ടായിട്ടുണ്ട്, താമരാശ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നാടിനെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, സ്വന്തം പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന രമേശിൻ്റെ ഒരു നേതാവ് ഹരിപ്പാട്ടിനുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. സുഹൃതം ഹരിപ്പാട് എന്ന് പറയുന്ന പദ്ധതി ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് വളരെ തന്നെ ഒരു ആശ്വാസമാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് MLA ആയി വന്നതിന് ശേഷം നിരവധി മെഗാ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും അതിൻ്റെ പരിരക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള നിരവധി ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഹരിപ്പാട് മെഡിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു
പരിപാടി അദ്ദേഹം MLA ആയതിനു ശേഷം തന്നെ ഇവിടെ നടത്തി. അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും. കരുവറ്റയിൽ നിന്ന് ചെറുതനയിലേക്ക് കടത്തായിരുന്നുണ്ടായിരുന്നു. അവിടെ കൊപ്പാറക്കടവ് പാലം കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റി. ചെറുതനയിൽ നിന്ന് ഹരിപ്പാട് പോകുന്നവർക്ക് പാണ്ടിയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി ആയറമ്പുകടവ് പാലം നിർമ്മിച്ചു. പാണ്ടിയിൽ നിന്നും ഒത്തിമുക്കിനെ ബന്ധിപ്പിക്കുന്ന പാണ്ടി പാലം, ദ്വീപിലേക്കുള്ള പാലം, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ കരുവറ്റ തന്നെ 2 പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വികസന പ്രവർത്തനങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ രമേശ് ചെന്നിത്തല ഇവിടെ ചെയ്തിട്ടുണ്ട്. ഹരിപ്പാട് റവന്യൂ ടവർ, KSRTC സ്റ്റാൻഡ്, പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് IHRD കോളേജ്, പിന്നെ അതുപോലെ തന്നെ തീരദേശ മേഖലകളിലെ അങ്ങനെ പുള്ളി എണ്ണിയാൽ ഒതുങ്ങാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ LDFിൻ്റെയും UDF BJPയുടെയും ഈ സ്ഥാനാർത്ഥിമാർ പറയുന്ന നുണപ്രചരണങ്ങൾ ഒരിക്കലും ഈ ജനങ്ങൾ അംഗീകരിക്കില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 9 ഭൂരിപക്ഷത്തിൽ രമേശ് ചെന്നിത്തല ജയിക്കും എന്നുള്ളത് യാതൊരു തർക്കവും. പള്ളിപ്പാട് ചന്തയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കൊടുന്താർ മേപ്പാടം റോഡും പാലം വരുമ്പോൾ ഒരു നാട്ടിലെ ജനതയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് നിരവധി ആളുകളുടെ തെങ്ങ് വരെ വെട്ടി, കായ്ഫലമുള്ള തെങ്ങ് വരെ വെട്ടി മാറ്റി. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും അതിനെ വരെ കണ്ണടച്ചിട്ട്. കാര്യം രമേശ് ചെന്നിത്തലയുടെ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പൊന്തൂവൽ വീരുകയല്ലേ. അപ്പോൾ രമേശ് ചെന്നിത്തല ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതാണല്ലോ അവിടെ. അദ്ദേഹം മുഖ്യമന്ത്രിയാകും, അദ്ദേഹം ഈ നാടിന് വലിയ പ്രിയപ്പെട്ടവനായി മാറും. ഇവിടുത്തെ പാവങ്ങളെ സംരക്ഷിക്കുന്ന, നാടിനെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി അദ്ദേഹം മാറട്ടെ എന്ന് ജഗദീശ്വരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ LDFിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥിമാർ ഇവിടെ വന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്നു, വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല എന്നുള്ളത്. ഇവർ രണ്ടുപേരും ഈ നാട്ടുകാരല്ല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ പ്രദേശത്ത് നിന്ന് ഓരോരുത്തരെയും വ്യക്തിപരമായി വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ് രമേശ് ചെന്നിത്തല ഹരിപ്പാടുമായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഹരിപ്പാട് ഒരിക്കലും രമേശിനെ വിട്ട് പോകില്ല. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല 9 ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം.